+1 സാമ്പത്തിക ശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ എക്കോണമി 1950-1990 രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതില് 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കി, ഇന്ത്യയിൽ 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചു. അതിന്റെ ഫസ്റ്റ് ചെയർമാനായി ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആ സ്ഥാനത്തെത്തുകയും അത് കഴിഞ്ഞ് 51 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആരംഭിച്ചു. 56 സെക്കൻഡ് 5 ഇയർ പ്ലാൻ. ഇങ്ങനെ തുടർന്ന് നമ്മളുടെ ഈ ചാപ്റ്റർ കവർ ചെയ്യുന്ന 1950-1990 കാലഘട്ടങ്ങളിൽ 7 5 ഇയർ പ്ലാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ 4 ലക്ഷ്യങ്ങളായ 5 ഇയർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളായ ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി, ഇത് 4ലും ഒന്നാമത്തെ പോയിന്റായ ഗ്രോത്ത്, അത് എന്താണെന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കി. ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഉപാധി എന്ന് പറയുന്നത് നമ്മൾ GDP ആണെന്ന് മനസ്സിലാക്കി. GDP ഒരു കേക്കായിട്ടും അതുപോലെ ഗ്രോത്ത് റേറ്റ് ഇതിന്റെ വലിപ്പവുമായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ കേക്കിന്റെ വലിപ്പവും കൂടുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ചാർട്ടിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ GDP-യിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കാർഷിക മേഖലയിൽ നിന്നും വ്യവസായ മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നുമുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൽ ആദ്യകാലത്ത് കാർഷിക മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ GDP-യിലോട്ട് വന്നതെന്നും എന്നാൽ പിൽക്കാലത്ത് നമ്മൾ 14-15 വരെയുള്ള ഡാറ്റ നോക്കിയപ്പോൾ വെറും 17% കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു പോയെന്നും അതേസമയത്ത് സേവന മേഖലയുടെ കോൺട്രിബ്യൂഷൻ 24% നിന്നും 54% വർദ്ധിച്ചതായിട്ട് നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ക്ലാസ്സുകളുടെ വീഡിയോകളെല്ലാം ഇതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണുക. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തേതായ മോഡേണൈസേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. Modernization, which means that to increase in the production of goods and services, producers have to adopt new technology. ഗുഡ്സും സർവീസസിന്റെയും ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ മോഡേണൈസേഷൻ എന്ന് വിളിക്കുന്നു. ഉദാഹരണമായി ഇപ്പോൾ ഫാമേഴ്സ് തന്നെ അവരുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ സീഡുകൾ അവർ പരീക്ഷിച്ചു നോക്കുന്നു. അതുപോലെ തന്നെ ഫാക്ടറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പുതിയ മെഷീൻസും പുതിയ ടെക്നോളജികളും അവർ ഉപയോഗിക്കുന്നു ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഡേണൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാങ്കേതിക വിദ്യയിലുള്ള മാറ്റം മാത്രമല്ല, മറിച്ച് ചേഞ്ച് ഇൻ സോഷ്യൽ ഔട്ട്ലുക്ക് ഓൾസോ. നമ്മളുടെ സാമൂഹ്യ കാഴ്ചപ്പാടും കൂടി മാറുന്നതാണ് മോഡേണൈസേഷൻ. അപ്പൊ 2 കാര്യങ്ങൾ ഓർമ്മിക്കുക. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ന്യൂ ടെക്നോളജി വിവിധ മേഖലകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും, രണ്ടാമത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഒരു സാമൂഹ്യ ഔട്ട്ലുക്ക് മാറണം. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് മോഡേണൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ ഔട്ട്ലുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ അറിയാം, ഈ ട്രഡീഷണൽ സൊസൈറ്റിയില് ആദ്യകാലത്തൊക്കെ ആണുങ്ങളെല്ലാം ജോലിക്ക് പോവുകയും സ്ത്രീകൾ വീട്ടിനകത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കൂ, സ്ത്രീകൾ കടന്നു ചെല്ലാത്ത മേഖലകളില്ല, ഒരുപാട് മേഖലകളിൽ, എല്ലാ മേഖലകളിലും ഇപ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. അവരുടെ കഴിവ് രാജ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം ഇത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റവും നമ്മുടെ ഏതിൽ വരും? മോഡേണൈസേഷനിൽ വരും.
അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, ന്യൂ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും മാത്രമല്ല, രണ്ടാമത്തത് സോഷ്യൽ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യുന്നത് കൂടി വരുന്നതാണ് മോഡേണൈസേഷൻ. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മളിവിടെ നോക്കുന്നത് സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഫോറിൻ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക, വിദേശത്തു നിന്നും ഉള്ള ഇറക്കുമതികൾ കുറയ്ക്കുക. നമ്മൾക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതിന്റെ ഇറക്കുമതി കുറയ്ക്കുക, പടിപടിയായി നിർത്തുക, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസിൽ. അപ്പോൾ ഫോറിൻ ഡിപ്പെൻഡൻസ് നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഇവിടെ ഉൽപാദനം തദ്ദേശമായിട്ട് വർദ്ധിക്കുകയും എംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും എത്തിച്ചേരും. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള 5 ഇയർ പ്ലാനിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് തന്നെയാണ്, സെൽഫ് റിലയൻസ്. പടിപടിയായി ഫോറിൻ ഡിപ്പെൻഡൻസ് കുറച്ചു കൊണ്ടുവരിക, പ്രത്യേകിച്ച് ടെക്നോളജിയിൽ, ഫോറിൻ ക്യാപിറ്റലിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഫുഡില്, ഇതിലൊക്കെ വിദേശികളെ ആശ്രയിക്കുന്നത് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആയിരുന്നത്. നാലാമത്തെ പോയിന്റാണ് ഇക്വിറ്റി, സമത്വം. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇതുപോലെ പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ് ഇക്വിറ്റി, അതായത് സമത്വം. നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങൾ വഴി ഇന്ത്യക്ക് പുരോഗതി ഉണ്ടായാലും ദാരിദ്ര്യം ഇല്ലാതാകണം അല്ലെങ്കിൽ കുറയണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്കും വേണ്ട സഹായങ്ങൾ ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും മറ്റ് വിഭാഗങ്ങൾക്കും ഗവൺമെന്റിന്റെ സഹായം നിർബന്ധമായും ലഭ്യമാകണം. ലഭ്യമായാൽ മാത്രമേ അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലോട്ട് കടന്നു വരികയുള്ളൂ. അപ്പോൾ എക്കണോമിക് ഇക്വാളിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ വരുമാനത്തിലും സ്വത്തിലുമുള്ള അസമത്വം കുറച്ചു കൊണ്ടുവരിക, സമത്വം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് 5 ഇയർ പ്ലാനിന്റെ 4 ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. വളർച്ച, ആധുനികവൽക്കരണം, മൂന്നാമത്തെ പോയിന്റാണ് സ്വാശ്രയത്വം, നാലാമത്തത് സമത്വം. മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടത്, 2012-17 കാലഘട്ടത്തിൽ 12ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതോടുകൂടി ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു യുഗം അവസാനിച്ചു. 2015 മുതൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ ഇല്ല. അതിനു പകരം വന്നതാണ് നീതി ആയോഗ് എന്നുള്ള സംരംഭം. 2015 ഇത് ആരംഭിച്ചത്. നീതി ആയോഗ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഇതിലെ അംഗങ്ങൾ കൂടിയാണ്. നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത് അച്ചീവ് ചെയ്യുക, അതുപോലെ തന്നെ എക്കണോമിക് പോളിസി ഡിസിഷൻ എടുക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പാർട്ടിസിപ്പേഷനും കൂടി ഉൾപ്പെടുത്തി ബോട്ടം അപ്പ് അപ്രോച്ച് എന്നുള്ള ഒരു രീതിയാണ് നീതി ആയോഗിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് 1950-90 കാലഘട്ടങ്ങളിൽ 7 5 ഇയർ പ്ലാൻ നടപ്പിലാക്കിയിരുന്നു എന്ന് പറഞ്ഞു. ഈ 5 ഇയർ പ്ലാനുകൾ നമ്മളുടെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അതുപോലെ തന്നെ ട്രേഡിലും ഉണ്ടാക്കിയ ഫലങ്ങളാണ് വിശദമായി പരിശോധിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി, നമസ്കാരം.